ഓർത്തേ ഇല്ല ഞാൻ വിന്നറാവും. ഒരു ഓളത്തിൽ ഇങ്ങനെ പോയി, ഒരു ഫ്ലോയിൽ ഇങ്ങനെ പോയതാണ്. ഫ്ലോ കൂളായിട്ട് ഇങ്ങനെ ഫസ്റ്റ് ഒരു ദിവസം കിട്ടും, അപ്പൊ ഒരു പാട്ട് കിട്ടും, 2 ദിവസം പഠിക്കാൻ കിട്ടും. ഇങ്ങനെ കൂളായി ഫുള്ള് ഒരു കളറായി. അങ്ങനെ എത്തിയപ്പോ ഞാനിവിടെ ഫൈനൽ വിന്നർ ആയിരിക്കുന്നു. ഞാൻ ആലോചിക്കുന്നത് ഒരു 7 വയസ്സുള്ള ഒരു കൊച്ചാണ് എന്റെ മുമ്പിൽ ഈ ഒരു ആറ്റിറ്റ്യൂഡിൽ ഇങ്ങനെ കൂളായിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത്. ഒരു ഗസ്റ്റിനെ കിട്ടുമ്പോ ഞാൻ ഇവിടെ പെടുന്ന പെടാപ്പാട് എനിക്ക് എന്താണ് ഇതിന്റെ പ്രൊഡ്യൂസർക്ക് മാത്രമേ അറിയുള്ളൂ. ഈ ഒരു സംഭവം എങ്ങനെ ഭയങ്കര എനർജറ്റിക് ആണോ മോൻ? അത് വീട്ടില് ചേച്ചിയായിട്ട് ഭയങ്കര വഴക്കും, ഇത് കാരണം ഭയങ്കര വഴക്കും അങ്ങനെയൊക്കെയാണ്, അത് ഭയങ്കര സ്നേഹത്തിലാണോ? ഭയങ്കര സ്നേഹത്തിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് കളിക്കും, ചാടിമറിയും, അങ്ങനെ ഒരു പിന്നെ കളിക്കാരൊക്കെ ഉണ്ട്, ഗെയിമൊക്കെ കളിക്കും. നമ്മൾ രണ്ടുപേരും ഫ്രണ്ട്സ് ഗെയിം എന്ന് പറഞ്ഞ് ഒരു ഗെയിമിന്റെ ഒക്കെ കൂടെ കളിക്കും. ഇങ്ങനെ അടിച്ച് അങ്ങനെ ഒരു ഗെയിമൊക്കെ കളിക്കും. അങ്ങനെ ഒരു ഇതായിട്ട് സ്നേഹമുണ്ട്, വഴക്കും കാര്യങ്ങളൊന്നുമില്ല. ഏറ്റവും വലിയ സപ്പോർട്ടർ. അതെ, ചേച്ചിയും അമ്മയും ചേച്ചിനെ ഞാൻ ഇവിടെ പ്രതീക്ഷിച്ചതായിരുന്നു. ചേച്ചി എവിടെ പോയി? ചേച്ചി ഇന്ന് സ്കൂളിൽ എന്താന്ന് വെച്ചാൽ ഇന്ന് വരാന്ന് ഓർത്തിരിക്കുവായിരുന്നു. പക്ഷെ ഇന്ന് സ്കൂളാ. ഞാൻ ടീച്ചറിന് മെസ്സേജ് ഇട്ടായിരുന്നു സ്കൂളിൽ എല്ലാ ദിവസവും വരും, പിന്നെ അങ്ങനെ പോകാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് അങ്ങനെ സ്കൂളിൽ പോയേക്ക്. പ്രശ്നം ഞാൻ സ്കൂളിൽ അഡ്മിഷൻ എടുത്തിട്ട് വന്നേ ഉള്ളൂ. അങ്ങനെ ഒരു ഇത്. ചേച്ചിയാണ് പാട്ട് പഠിപ്പിക്കുന്നത് അല്ലെ മൊത്തത്തില്? അപ്പൊ ചേച്ചി എങ്ങനെയാ? ചേച്ചി ഒരു പാട്ട് സെലക്ട് ചെയ്യുന്നത് ചേച്ചിയാണോ? എന്തൊക്കെയാണ് അതിന്റെ പ്രൊസീജിയർ? എന്തൊക്കെയാണ്? ചേച്ചി സെലക്ട് ചെയ്യും. ഫസ്റ്റ് നോട്ട്സ് ലിറിക്സ് എഴുതും, പിന്നെ അത് കഴിഞ്ഞിട്ട് നോട്ട് പറയും, പിന്നെ അത് കഴിഞ്ഞിട്ട് എന്നെ പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് ഫൈനലിൽ പോയി പിന്നെ ഒരു ബാൻഡ് റിഹേഴ്സൽ അവിടെ ചെയ്യും, നമ്മുടെ റൂമിൽ തന്നെ ചെയ്യും. അപ്പം അവിടെ ചെയ്തിട്ട് പിന്നെ അടുത്ത ദിവസം നമ്മുടെ ബാൻഡ് നമ്മൾ പാടി നോക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഷൂട്ട് സാധകം ചെയ്യാറുണ്ട് മോൻ? രാവിലെ എണീറ്റ് മുഖമൊക്കെ കഴുകി പല്ലൊക്കെ തേച്ച് ഇങ്ങനെ ശാന്തമായിട്ടിരിക്കും. ശാന്തമായിട്ടിരുന്നിട്ട് സരിഗമ കുറെ നേരം 1 മണിക്കൂർ അങ്ങനെ ചെയ്യാനുണ്ടായിരുന്നു പണ്ട്. ഇപ്പൊ അതില്ല. എന്താന്ന് വെച്ചാൽ മുംബൈയിലായിരുന്നു, അവിടെ ചെയ്തിട്ടും മുംബൈയിൽ അങ്ങനെ പാട്ടൊക്കെ പഠിച്ചു കൊടുക്കണ്ടേ, അപ്പൊ ഒരു പ്രശ്നം. ഫ്രീ സമയമില്ല സത്യമായിട്ടും. പിന്നെ അങ്ങനെ പാട്ടൊക്കെ പഠിക്കണം. അത് പിന്നെ ഇങ്ങനെ സരിഗമ രാവിലെ എണീറ്റ് പാട്ടി തന്നെ ഞങ്ങൾ ഉണ്ടാക്കും. ഇത് ഞാൻ വീട്ടിൽ ഇതിനു മുന്നേ ചെയ്യാറുണ്ടായിരുന്നു. ഇന്നലെ തന്നെ ഇവിടെ എത്തി. പിന്നെ അങ്ങനെ സുഖമായിട്ട് കിടന്നുറങ്ങി. ക്ഷീണമായിരിക്കും. ഫ്ലൈറ്റില് 1 മണിക്കൂർ വരെ ഇരുന്നു. 1:10 അവിടെ നിന്ന് ഇറങ്ങിയതാ, തിരിച്ചു വന്നപ്പോ 3:10. ഒരു കുഞ്ഞു സെലിബ്രിറ്റിയുടെ രോദനമാണ് നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത്. എന്താ അവസ്ഥയാ? രാത്രി ആണെങ്കിൽ കറണ്ട് കൂടെ പോയി. കണ്ണു തുറന്നിരിക്കുക 2 മണി വരെ. മൊത്തത്തിൽ കണ്ണു തുറന്നു വരെ 2 മണി വരെ എന്നിട്ട് അയ്യോ ഇതൊന്നും കറണ്ട് ഇല്ലാത്ത ഫുള്ള് വേർത്ത് കുളിച്ച് അച്ഛൻ വിളിച്ച്